السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, മറ്റു കാരണവന്മാരെ, നാട്ടുകാരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലാഹു നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായ പരിശുദ്ധ റബീഇന്റെ മാസത്തിലാണ് നാം ഏവരും നിലകൊള്ളുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ച ആശിഖീങ്ങളിലും മുഹബ്ബീങ്ങളിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരായ ലോകത്തിന്റെ മുഴുക്കയും നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം പവിത്രത കൽപ്പിച്ചിട്ടുള്ള ഒരു സൃഷ്ടി ഈ ലോകത്ത് വേറെയില്ല. ലോകത്ത് വന്ന മുഴുവൻ സൃഷ്ടികളെക്കാളും ഏറ്റവും ആദ്യമായി ഈ ലോകത്ത് പടച്ചു വെച്ചത് നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ഒരുപാട് കടപ്പാടുകൾ തീർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാനും അവിടത്തോടുള്ള എല്ലാ ആദരവും കൽപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിലൂടെയും മറ്റു പ്രമാണങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും മറ്റു പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ യഥാർത്ഥമായ ആ ചര്യ ബിംബിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ വാങ്ങാം. അറിയുമോ